ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വണ്ടിയുടെ ബക്കറ്റ് സിമ്മുകൾ മാറാൻ പോവുകയാണ്. ബക്കറ്റ് സിമ്മ് നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ഇടുന്നത് സിമ്മ് ഇതാണ്, മെറ്റൽ സിമ്മാണ് നമ്മളിടുന്നത്. നമ്മളിപ്പം ഇത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഫൈബർ സിം ഇടാനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് മേടിച്ച ഫൈബർ സിം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, വലിയ കട്ടിയും കനങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഗ്യാപ്പിനുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം. അതിന് പകരം നമ്മൾ ഇതാണ്ട് ഫൈബർ സിമ്മ് നമ്മളിത് നൈലോൺ റോഡ് മേടിച്ചിട്ട് നമ്മൾ ലേത്തിൽ കൊടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഫിനിഷിങ് സെറ്റപ്പ് രീതിയിൽ ചെയ്തൊരു സാധനമാണ്. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്കിത് വേണ്ട സൈസിലപ്പോൾ കട്ട് ചെയ്തിടാം. നമുക്കിപ്പം ഏകദേശം ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ഫില്ലായി പോയിക്കോളൂ ഒരെണ്ണം തന്നെ ഇടുമ്പോഴത്തേക്ക്. കമ്പനി ഫൈബർ സിം ആൾറെഡി അവിടെ കിടപ്പുണ്ട്, എന്നാലും അതിനുള്ള ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കമ്പനി ഫൈബർ സിം തരുന്നുണ്ട് രണ്ട് സൈഡിലും. മാക്സിമം എല്ലാവരും ഫൈബർ സിം തന്നെ ഉപയോഗിക്കുക, കാരണം അത്രയും തേയ്മാനം കുറേ ഗ്യാപ്പ് കൂടാനുള്ള സാധ്യത കൂടുതലല്ല മെറ്റലിടും. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു സൈഡ് അഴിച്ചിട്ടുണ്ട്, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇളക്കിയിട്ട്. ഫസ്റ്റ് ഉള്ളിലെ അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊരു 900 മണിക്കൂറായി വണ്ടി, ഇതുവരെ പിന്നും പുഷൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോൾ അതിൻ്റെ ഫൈബർ സിം ആൾറെഡി കമ്പനി തന്നത് കിടപ്പുണ്ട്, അത് തേഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. കമ്പനി ഫൈബർ സിം തന്നെ മേടിക്കുവാണെങ്കിൽ ഒരു 10-400 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഡെമോയ്ക്ക് ഒരു 2-3 മേടിച്ചായിരുന്നു, അത് മുതലാവത്തില്ല. നമുക്ക് 400 രൂപയ്ക്ക് സിം മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ മെറ്റൽ സിം നമുക്ക് 10-20 മേടിക്കാം. പിന്നെ മെറ്റലിടുമ്പോഴത്തേക്ക് ഈ പിന്നിനകത്ത് കിടന്ന് കറങ്ങി പിന്നിന് സ്റ്റെപ്പ് വീഴാൻ ചാൻസ് കൂടുതലാണ്, ഇത് വീഴും ഈ സിം കറങ്ങും. അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെ തേയ്മാനം വരാൻ ചാൻസ് കൂടുതൽ. അതുപോലെ പൊരിഞ്ഞിരിക്കുന്ന പോലെ കാണും, ഇളക്കി നോക്കുമ്പോൾ അറിയാം. മെറ്റൽ സിം ഉപയോഗിക്കുന്ന വണ്ടികൾ ഊരി നോക്കുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ പൊരി പോലെ ആയിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇത് ഫൈബർ കിടന്നുകൊണ്ട് ഇതുവരെ ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് അപ്പുറത്ത് ഇതിനകത്ത് കിടന്ന് അതിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഫിനിഷിങ് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം രണ്ട് സൈഡും ഓക്കെയാണ്. ഇതിൻ്റെ മെറ്റലായിരുന്നെങ്കിൽ മെറ്റൽ ഇട്ടേക്കുന്ന ഒരു ഊരി നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഇത്. കമ്പനിയുടെ സിമ്മൊക്കെ അതാണ്ട് തേഞ്ഞ് വളഞ്ഞ് പോയി. നമുക്കത് ഗ്യാപ്പിലിടാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് പുതിയ സിം ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ കട്ട് ചെയ്ത ഫൈബർ സിമ്മ് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. നമ്മൾ പല അളവിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതനുസരിച്ച് ഗ്യാപ്പ് അനുസരിച്ച് ഇടാൻ പറ്റി. അതുകൊണ്ട് നോക്കാം. ഇപ്പോൾ പല സൈസിലുണ്ട് നമ്മുടെ അടുത്ത്, അതുകൊണ്ട് നമുക്ക് വലിയ സൗണ്ടൊന്നും കാണത്തില്ല. ഇനി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്. കറക്റ്റ് ഫിനിഷിങ്ങിലാണ്. കണ്ടോ, ഓവറായിട്ട് തള്ളി നിൽപ്പില്ല, കറക്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ സിമ്മൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓവർ സൈസ് പുറത്തോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തതാണ്. നമുക്ക് സൈസ് കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് നമുക്കിത് ലെവലാക്കാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇങ്ങനെ നിവർന്ന് വരും. വലിയ കനക്കുറവില്ല, അത്യാവശ്യം കനത്തിൽ തന്നെ. എന്നാലും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മെഷീനിൽ കട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ ഹീറ്റ് കൊണ്ട് ചെറിയ പുളവ് വരും. എന്നാലും സൈസൊക്കെ കറക്റ്റായിരിക്കും. ഹീറ്റ് ചെയ്തപ്പോഴത്തേക്കും പെടാവുന്ന ലെവലായി. ബാക്കി ഭാഗത്തൊക്കെ ഇടാം നമുക്ക്. ബാക്കി ഭാഗത്തൊക്കെ ഇട്ടപ്പോഴത്തേക്കും അതേ ഒരു ഫിനിഷിങ് തന്നെയാണ്, ഓവറായിട്ട് തെള്ളിയിപ്പില്ല. കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് കിടപ്പുണ്ട്. ഇപ്പം താഴത്തെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മുകളിലിട്ട് ബൂമിട്ടു, സ്റ്റിക്കിട്ടു, പക്കത്തിലിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പഴയപോലെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. മാക്സിമം ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഓക്കെയാണ്. കണ്ടോ, പുതിയൊരു വണ്ടിയുടെ ഒരു ഫീൽ തന്നെ. ഷേക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ബക്കറ്റൊക്കെ തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. പഴയ നമ്മൾ ആ പുത്തൻ വണ്ടി വന്നൊരു ഫീലിംഗ് തന്നെ ഓപ്പണൊക്കെ ആക്കുമ്പോഴായാലും ഒരു ചെറിയ ടൈറ്റ്നെസ് പോലെ ഓക്കെയാണ്, സെറ്റാണ്, അടിപൊളിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ പാക്കലാം.